ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുമോ ഗ്ലൂക്കോസ് പറ്റൂല, കാർബ് പറ്റൂല, എന്നാൽ പിന്നെ നട്ട്സ് കഴിച്ചേക്കാം, അതാണെങ്കിൽ പിന്നെ ഗ്ലൂക്കോസ് ഇല്ലല്ലോ എന്ന് കരുതും. ഗ്ലൂക്കോസ് ഇല്ല, ശരിയാണ്. പക്ഷെ നട്ട്സിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കാണുന്ന കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്റ്റ ഇതിലെല്ലാം ഒമേഗ ഫാറ്റ് എന്ന് പറയും omega-3, omega-6ഉം omega-9ഉം സാച്ചുറേറ്റഡ് ഫാറ്റ്, ഈ 4 തരമാണ് ഫാറ്റ്. അതിൽ omega-3ഉം omega-6ഉമാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൺട്രോൾ ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റി കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ തന്നെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ കരുതും ഏറ്റവും പ്രോട്ടീൻ ഉള്ളതാണ്, ഇപ്പം എപ്പോഴും എല്ലാവരും കൊടുക്കുന്ന പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. എല്ലായ്പ്പോഴും സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നു, പ്രോട്ടീനാണ് സപ്ലിമെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ omega-3ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഫിഷ് ഓയിൽ ഒക്കെ എടുക്കും. അത്രയേ ഉള്ളൂ നമ്മൾ omega-3യുടെ കാര്യത്തിൽ ചെയ്യുന്നത്. ബേസിക്കലി ഈ നട്ട്സിനകത്തെല്ലാം നമ്മൾ ഇപ്പം ഈ കശുവണ്ടി, ബദാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതലും omega-6 ആണ്. omega-6 ഉണ്ട്, omega-9 ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. omega-3 അതിലില്ല. അപ്പം omega-3 ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, omega-6 ഇൻഫ്ലമേറ്ററി. അപ്പം ഈ രോഗങ്ങളെല്ലാം ഇൻഫ്ലമേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്നാണ് ഇതിനെല്ലാം പേര് തന്നെ. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ ആക്റ്റീവ് ആണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതാണ് നീർക്കെട്ട്, ഇപ്പം മിക്കവാറുമുള്ള ഈ അസുഖങ്ങളെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന മരുന്നുകളോ എല്ലാം ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകളാണ്. ഇപ്പം നമ്മൾ ആസ്മയ്ക്ക് എടുക്കുന്ന മരുന്നാണേലും, നമ്മളെടുക്കുന്ന പെയിൻ കില്ലേഴ്സ് ആണേലും, ഈ കീമോതെറാപ്യൂട്ടിക് ഏജൻസിൽ പല മരുന്ന്, കീമോതെറാപ്പി ചിലതൊക്കെ ഡയറക്റ്റ്ലി പോയി മറ്റേ ഇതിലാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം ഫൈനൽ പാത്വേ എന്ന് പറയുന്നത് ഈ omega-3 and 6ന്റെ പാത്വേ ആണ്. അതിനൊരു C20 കാർബൺ പാത്വേ എന്ന് പറയും. അതിലാണ് ഈ മരുന്നുകളെല്ലാം ആക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ തന്നെ അതിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള ഐഡിയ വരുന്നത് തന്നെ ഈ omega-3-6 പാത്വേ വെച്ചിട്ടാണ്. നമ്മൾ ഈ എല്ലാ മരുന്നുകളും omega-6നെ ബ്ലോക്ക് ചെയ്യാം. നമ്മൾ omega-6 കൂടുതലുള്ള കശുവണ്ടിയും, കപ്പലണ്ടിയും, ബദാമും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള മരുന്നുകളും കഴിക്കും. ഈ BP ആയിട്ടും, ഇപ്പോൾ ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും ഒക്കെ ആയിട്ടും, നമ്മൾ ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസിലും ഒക്കെ പറയും നട്ട്സ് നല്ലതാണെന്നും പറഞ്ഞ് കഴിക്കും. എന്നിട്ട് നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ omega-3-6 ബാലൻസ് ചെയ്തുകൂടാന്നുള്ളത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.